എൻ്റെ കോളേജിൽ സ്കൂൾ മേറ്റ്സ് അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഞാൻ പറയാതെ തന്നെ എന്നെ വിളിക്കുന്ന പേരാണ് റേച്ചു. എൻ്റെ ഒഫീഷ്യൽ നെയിം റേച്ചൽ സാമുവൽ എന്നാണ്. സോ എൻ്റെ കുടുംബമായ നിങ്ങൾക്കും എന്നെ റേച്ചു എന്ന് വിളിക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. ഇതൊരു കൊറിയൻ സ്റ്റൈൽ ലെമൺ പിക്കിൾ കേട്ടോ. ശരിക്കും ഈ പിക്കിൾ ഫെർമെന്റഡ് ഐറ്റംസിനൊക്കെ കൊറിയയിൽ കിംചി എന്നാണ് പറയുക. നിങ്ങൾ കൊറിയയിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ ഈ പിക്കിൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പൊങ്കാലിടരുത്. നമുക്ക് കേട്ടറിവും വായിച്ചറിവും ഒക്കെ ആണല്ലോ ഇത്. നമ്മൾ കൊറിയയിൽ പോയിട്ടില്ലല്ലോ. 10-12 നാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ നാരങ്ങ കിട്ടിയാൽ കൊള്ളാം. എനിക്ക് ഇത്രയുള്ള വലിയ ഈ പരുവത്തിനുള്ള നാരങ്ങ കിട്ടിയുള്ളൂ. നാരങ്ങ നമുക്ക് ചെറുതായിട്ടേ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. 2 സ്ഥലം വേണ്ട. ഒത്തിരി അങ്ങ് നൈസ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിന് 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഇറാനിയൻ ഓറഞ്ച് അല്ലേ? അപ്പം അതിൻ്റെ ഒരു വകഭേദമാണ്. അപ്പം അത് നമുക്ക് ഈ നാരങ്ങ നമ്മൾ അരിഞ്ഞില്ലേ അതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മൾ 2 കൂട്ടരുടെയും സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ അരിഞ്ഞ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഓറഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നാരങ്ങ ഒന്ന് സോഫ്റ്റൻ ആകാനും ഒക്കെയാണ്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നാരങ്ങ നമ്മൾ ആദ്യം കഴുകിയിട്ട് വെള്ളമില്ലാതെ തോർത്തി എടുത്തതാണ് കേട്ടോ. നമ്മളപ്പോൾ നാരങ്ങയിലും നമ്മുടെ ഓറഞ്ചിലും എല്ലാം നല്ലപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ മാറ്റി ആരടിക്കാൻ വെക്കണം. അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്, ഇതിന് ഇനി ഒരു കൂട്ട് വേണമല്ലോ, അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ഇനി നമുക്ക് അതിന് കൂട്ടുണ്ടാക്കുന്ന എങ്ങനെ അറിയാം? ഒരു ഇഞ്ചി, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. 4-5 കഷ്ണം നമ്മുടെ വെളുത്തുള്ളി. നിങ്ങൾക്ക് എരി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇടാണ് ഞാൻ ഇതിലേക്ക്. നമ്മുടെ കൊറിയൻ ഡിഷസിലെല്ലാം കാണുന്ന ഒരു സാധനം കൊച്ചുകാരു. കൊച്ചുകാരു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവരുടെ ഒരു ചില്ലിയാണ്. നമ്മുടെ ചില്ലിന്ന് ആ ചില്ലിക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇവിടെ വാങ്ങിയിരിക്കുന്നത് ഗൊച്ചുജാങ് ആണ്. ഗൊച്ചുജാങ് എന്ന് പറഞ്ഞൊരു ചില്ലി പേസ്റ്റ് ആണ്. അപ്പോൾ ഈ ചില്ലി പേസ്റ്റിലുള്ളത് നമ്മൾ സോയ സോസ് ഉണ്ട്, ഷുഗർ ഉണ്ടാവും, വിനെഗർ ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ട് അവരുടെ ചില്ലിയും ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റാണ്. പക്ഷെ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇപ്പം കൊച്ചുകാരു കിട്ടിയതിലും നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ടും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ അവൈലബിൾ കിട്ടിയത് കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. അപ്പം ഇതൊരു 4 ടേബിൾ സ്പൂണോളം നമുക്ക് അരയ്ക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ എരിയുടെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എരി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട. ഇനി അടുത്ത് നമ്മൾ ഫിഷ് സോസ് ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇത് ഒരു 2-3 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പം ഞാനൊരു ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അത്ര മതിയാവും. ഇത് നമുക്ക് അരച്ചിട്ട് വരാവേ. നമ്മൾ അരച്ചു കൊണ്ടുവന്നത് ഒരു 1.5 കപ്പ് വെള്ളം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വിനെഗറും കൂടെ, വിനാഗിരി ഇല്ലേ, ചേർത്ത് കൊടുക്കുകയാണേ. നമ്മൾ വെള്ളത്തിൽ ചേർത്തില്ലേ, അതെല്ലാം ഒന്ന് നമുക്ക് തിളയ്ക്കാൻ വെക്കണം. 1 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അവസാനം വേണമെങ്കിൽ ചേർക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വേണം, ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ആയിട്ടുണ്ട്. നമുക്കിതിപ്പം തീ ഓഫ് ചെയ്ത് വെക്കട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തോട്ടെ. എക്സസീവ് ഉപ്പൊന്ന് കളയാൻ വേണ്ടി ജസ്റ്റ് വെള്ളത്തിലൊന്ന് റിൻസ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാണ്ട് പൈപ്പിൽ ഇവിടെ കൊണ്ട് റിൻസ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് അവിടെ സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒത്തിരിയും കഴുകി ഇതാക്കണ്ട, ജസ്റ്റ് ഒന്ന് കഴുകിയ കളഞ്ഞാൽ മതി. അങ്ങനെ പോയാൽ മതി. എല്ലാം ഒന്ന് തോന്നി പോക്കട്ടെ. നമ്മൾ ഈ അധികം വന്ന നാരങ്ങ നീരും കുറച്ച് ഉപ്പെല്ലാം ഉണ്ട്. ഇത് കളയരുത്. കാരണം നമ്മൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇത് തന്നെ ആഡ് ചെയ്യാം.
നമ്മൾ തിളപ്പിച്ചിട്ട് വന്ന ലിക്വിഡ് നമ്മളൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അധികം തണുക്കണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ കുപ്പിയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാതെ നോക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് തണുത്തോട്ടെ. ഒരു ജാറിൽ ഓറഞ്ച് പിന്നെ ലെമൺ ഇങ്ങനെ നമുക്ക് അടുക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ലിക്വിഡ് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൊറിയൻ പിക്കിൾ, ലെമൺ പിക്കിൾ റെഡിയായി. അപ്പം നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓനിയനും പിന്നെ കുറച്ച് സെസ്മി സീഡ്സും കൂടെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഓക്കെ. നമുക്ക് നമ്മുടെ ആ വെള്ളമില്ലേ അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. എരിയും സൂപ്പറായിരിക്കും. ഇത് ഒരു 24 hours ഇങ്ങനെ തന്നെ വെക്കണം, ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം, അതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പോൾ കൊറിയയിലൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല, നമ്മുടെ പിക്കിൾ ഭയങ്കര ആരാധകരാണ്, എല്ലാത്തിലും ഒരു പിക്കിൾ ചെയ്യും, നമ്മുടെ കുക്കുംബറിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു പുതിയ ഐറ്റം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.